അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജയശങ്കറോട് ചന്ദ്ര ദേഷ്യത്തോട് കൂടിയിട്ട് പറയുകയാണ് കേട്ടോ, ഇനി മേലിൽ അർച്ചനയും മോളുടെയും കാര്യം നിങ്ങൾ വിളിച്ച് അന്വേഷിക്കരുത് എന്നിങ്ങനെ പറയണം. അതിനുശേഷം വിജയശങ്കർ വിളിക്കുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, മതി, നിങ്ങളുടെ വിളിക്കലും സ്നേഹവും ഒന്നും എന്നോട് വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം അർച്ചന ഓഫീസിൽ പോയിട്ട് ദീപ്തിയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ, ദീപ്തി ആ കരിമലക്കൊടിയിൽ നിന്ന് കണ്ട അയാളാണ് JK എന്ന് പറയുകയാണ്. അതിനുശേഷം വീട്ടിൽ വന്നു ഞാൻ അങ്ങനെ അയാളെ ഇറക്കി വിട്ടു, അത് ഭയങ്കര കഷ്ടമായി എന്ന് ദീപ്തി പറയണിട്ട്. ഇത്രയും വലിയൊരു മനുഷ്യനെ നീ ഇറക്കി വിട്ടത് മോശമായി എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിന് അയാളാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ ദീപ്തി, അയാൾ ശരിക്കും ചെയ്തിരിക്കുന്നത് ആൾമാറാട്ടമാണ് എന്നിങ്ങനെ പറയണിട്ട്. ഏതായാലും ശരി, നീയൊരു സോറി പറയേ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ശരിക്കും അയാൾ എന്നോടാണ് സോറി പറയേണ്ടത് ആൾമാറാട്ടം നടത്തിയതിന് എന്നിങ്ങനെ പറയണേ. എന്തായാലും ശരി, അവിടെ ഞാൻ എന്തായാലും അയാളെ ഇരുത്തില്ല, അയാളെ ഞാൻ പറഞ്ഞയക്കും, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ദീപ്തി പറയുന്നുണ്ട്, വേണ്ട, അത്രയും നല്ലൊരു മനുഷ്യനാണ്, എഴുത്തുകാരനാണ്, നീ ആ ഒരു ബഹുമാനമെങ്കിലും കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, ഞാൻ എന്തായാലും അയാളെ ഇറക്കി വിടും എന്ന് പറഞ്ഞിട്ട് അർച്ചന അവിടെ നിന്ന് നേരത്തെ പോവുകയാണ് കേട്ടോ. അതിനുശേഷം അർച്ചന JKയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം അനിയന്മാർ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് കോളിംഗ് ബെല്ല് എടുത്തുമ്പോൾ പാപ്പച്ചൻ വരികയാണ്. പാപ്പച്ചൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ ഇതെന്താ ഇപ്പോൾ രാവിലെ തന്നെ അർച്ചന വന്നിരിക്കുന്നത്, അയാളാണെങ്കിൽ കിടന്ന് കുടിച്ചിട്ട് കിടക്കുകയാണ്, ഏതായാലും അയാളെ വിളിക്കാൻ പറ്റില്ല, ഇപ്പം കാണാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന ചോദിക്കുന്നത്, എന്താ ഇപ്പം കാണാൻ പറ്റില്ല പറയുന്നത്, നിങ്ങളുടെ ആൾ ഇവിടെ ഇല്ലേ, അയാളെ കുടിച്ച് കൂത്താടി നടക്കാനല്ല ഈ വീട്, എന്തായാലും എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഞാൻ അയാളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. JKയുടെ മുൻപ് JK വരുന്നത് വരെ കാത്തിരിക്കുകയാണ് കേട്ടോ അർച്ചന. പെട്ടെന്ന് തന്നെ JK ചോദിക്കണം, എന്താ അവിടെ, എന്താ ഒരു ബഹളം എന്ന് പറഞ്ഞിട്ട് JK വരും. ആ വന്നല്ലോ, ഏതായാലും ശരി, ഞാൻ ആദ്യം തന്നെ ഒരു സോറി പറയണം, കാരണം ചിന്നുവിൻ്റെ ഗിഫ്റ്റുമായി വന്നപ്പോൾ ഞാൻ ആളറിയാതെയാണ് സോറി, അതുകൊണ്ട് സോറി എന്ന് പറയുമ്പോൾ JK പറയേണ്ടത്, ആ സോറിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം മാഡം ഇതിനു മുമ്പ് പല പ്രാവശ്യം പലതും പറഞ്ഞിട്ടും ചെയ്തിട്ടുമുണ്ട്, അപ്പം സോറി പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോൾ ഈ സോറിൻ്റെ ആവശ്യമില്ല, ഭവതി എന്താണാവോ വന്നിരിക്കുന്നത് ചോദിക്കുമ്പോൾ പറയും, ഓ ഈ സോറി പറയാൻ വേണ്ടിയിട്ടായിരുന്നോ എന്നിങ്ങനെ പാപ്പച്ചൻ വിചാരിക്കുകയാണ് കേട്ടോ. അല്ല, ഞാനിനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിലിരിക്കാൻ പറ്റില്ല, എന്തായാലും ഇവിടുന്ന് താമസം മാറണം എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തിനാ അതിന് താമസം മാറേണ്ട ആവശ്യം, നിങ്ങൾ എഗ്രിമെൻറ്റ് പ്രകാരം ഞാൻ എപ്പോഴാണോ ഇറങ്ങുന്നത് അത് ഞാൻ മേനോൻ സാറോട് പറയാം എന്ന് പറയണം. നിങ്ങൾ ശരിക്കും എന്നെ ചീറ്റ് ചെയ്യല്ലേ ചെയ്ത്, നിങ്ങൾ ആൾമാറാട്ടല്ലേ നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് പറ്റില്ല, അത് എൻ്റെ മൗലിക അവകാശമല്ലേ, ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ JK ആണെന്ന് പറഞ്ഞു, നിങ്ങൾ ആ കരിമലക്കൊടിയിലെ ഫോട്ടോഗ്രാഫറാണ് എൻ്റെ മനസ്സിൽ എന്ന് പറയണേ കേട്ടോ. അതൊന്നും നടക്കില്ല, എൻ്റെ വീട്ടിൽ നിന്നിട്ട് അധികം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് JK അർച്ചനയോട് ചൂടാവുകയാണ് കേട്ടോ. അതേസമയം തന്നെ രുക്കും ചന്ദ്രയും കൂടിയിട്ട് ലാലി എന്ന് പറഞ്ഞ ഒരു വിമൻസ് ക്ലബ്ബത്തെ ഒരു സ്ത്രീ വരികയാണ് കേട്ടോ. അവരോട് ഇങ്ങനെ പറയണം, അച്ചു വരുമ്പോൾ എന്തായാലും ശരി നല്ല സ്വീകരണം കൊടുക്കണം എന്നിങ്ങനെ പറയണേ. എന്തായാലും ശരി, ഇവിടെ ഒരു പ്രശസ്ത എഴുത്തുകാരനുണ്ട്, അയാളെ പോയി കാണാൻ നമുക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം രുക്കുവിന് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. എന്നാൽ ശരി, ഇന്ന് തന്നെ നമുക്ക് പോവാം എന്ന് പറയണം, JK എന്ന എഴുത്തുകാരനാണ് എന്ന് പറയണം കേട്ടോ. എന്നിട്ട് അവർ ശരി എന്നാൽ ഇന്ന് തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് അവർ അതുപോലെ പുറപ്പെട്ടിട്ടുണ്ട്. അതേസമയം JKയോട് സംസാരിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് അർച്ചന ഇറങ്ങി വരികയായിരിക്കും കേട്ടോ. അതേ സമയത്താണ് ചന്ദ്രയും ഈ ലാലിയും കൂടിയിട്ട് പോകുന്നത് കേട്ടോ. ലാലി ഇങ്ങനെ കാണുമ്പോൾ തന്നെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കേണ്ടത്, ഇവൾക്ക് ഇപ്പം തന്നെ ഒരു കൊട്ട് കൊടുക്കുക എന്ന് കരുതിയിട്ട് അവരുടെ മുമ്പിൽ വരിക. നീ അറിഞ്ഞില്ലേ, അച്ചു വരികയാണ്, അച്ചുവിന് സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്, ആൾ വിളിക്കാൻ വന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന വിചാരിക്കും, അയ്യോ അവനെ ഒരു കാര്യവും വിളിച്ച് പറഞ്ഞില്ലല്ലോ, പക്ഷേ അമ്പാട്ടുകാരൊന്നും അറിഞ്ഞില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഞങ്ങൾ സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വന്നതാണ്, JK സാറെ വിളിക്കാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറയണം. അർച്ചന ആകെ ഭയങ്കര ടെൻഷനും സങ്കടത്തോടും കൂടി നിൽക്കുക.